നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണ് എന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചു തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവും എന്നുള്ളതാണ്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണുള്ളത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ നിലവിലുള്ള ജോലി പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ പഴയ ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോവണം, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അതിലും മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. കൂടാതെ നിങ്ങളൊരു യാത്ര പോകുന്ന പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് പല കാരണങ്ങൾ കൊണ്ട് വളരെയധികം ഭയം, ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിങ്ങളിലെ അത്തരം മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളിലേക്കൊരു സന്തോഷം, സമാധാനം, ഒരു ഊർജ്ജസ്വലതയൊക്കെ വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു സങ്കടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്. അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ്. ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ നഷ്ടങ്ങളെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവരുടെ ആ ഒരു അകന്നു പോകൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായി തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയം തീർച്ചയായിട്ടും വന്ന് ചേരുന്നതാണ്. അതായത് പല കാര്യങ്ങളിലും വളരെയധികം കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് വിജയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്നാൽ ആ ഒരു വിജയം വെറും താൽക്കാലികം മാത്രമായിരിക്കും. നേരെ മറിച്ച് സത്യസന്ധമായിട്ട് ഏത് കാര്യത്തെ സമീപിച്ചാലും ആദ്യം ഒരുപക്ഷെ പരാജയം വന്നു ചേർന്നാലും പിന്നീട് അവിടെ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ്. അതിനാൽ തന്നെ ഏത് കാര്യത്തെയും വളരെയധികം സത്യസന്ധമായിട്ട് തന്നെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. വിജയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് പല കാര്യങ്ങളിലും സ്വയം തീരുമാനം എടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകും എന്നുള്ളതാണ്. അതിനുള്ള ഒരു ശക്തി, മനോധൈര്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള, സങ്കടങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം അത് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കും എന്നാണിവിടെ കാണുന്നത്. അതേപോലെ തന്നെ ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾക്ക് വളരെയധികം ആവേശകരമാണ് എന്ന് തോന്നുന്നതുമായ ഒരു സാഹസിക യാത്ര ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില അറിവുകൾ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രപഞ്ചശക്തി
ഒന്നിലധികം അവസരങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ധൈര്യം, ആത്മവിശ്വാസമൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ നല്ല സമയമാണ്. പക്ഷേ അവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ശരിയായ വഴിയിൽ കൂടി പോവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ, വിയോജിപ്പുകൾ, അടിച്ചമർത്തൽ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ദൈവികമായ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവസരങ്ങളുടെ രൂപത്തിലൊക്കെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല വിജയങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ഇതുവരെയും ഇരുട്ടിൽ നിന്നിരുന്ന നിങ്ങളുടെ ജീവിതം ഇനി വെളിച്ചത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം, നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. കൂടാതെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. അതായത് വളരെയധികം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടേക്ക് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെയൊക്കെ ഒരു സമയമാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.